നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വരിക്കച്ചക്ക കൊണ്ടുള്ള ഒരു ചക്കയപ്പമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത്. ഞാൻ കുഴിപ്പള്ളത്ത് പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരു പ്ലാവൻ തൈ 2.5 വർഷമായപ്പോൾ തന്നെ അത് കായ്ച്ചു തുടങ്ങി. അപ്പൊ അതിനകത്തു നിന്ന് വളരെ മധുരമുള്ള നല്ല കട്ടിയുള്ള ചക്കയുടെ ചുളയാണുള്ളത്. അത് ഞാൻ കുറച്ചെടുത്ത് ഇവിടെ വച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്, ഏലക്കപ്പൊടി, പിന്നെ വറുത്ത പുട്ടിന്റെ പൊടി, പിന്നെ ശർക്കര. ഇപ്പം ശർക്കര പൊടിയായിട്ട് കിട്ടും. അതിനകത്തൊരു ശകലം വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ നല്ല ശർക്കരപ്പാനി കിട്ടും. അപ്പോ നമുക്ക് തുടങ്ങാം. ശർക്കരയിൽ ഒരു ശകലം വെള്ളം ഒഴിച്ച് ഒന്ന് നമുക്ക് അതിനെ ഉരുക്കിയെടുക്കാം. ശകലം നെയ്യും കൂടെ ചേർക്കണം കേട്ടോ, അപ്പൊ കുറച്ചും കൂടെ സ്വാദാവും. ആദ്യം നമുക്ക് ഈ ചക്ക മിക്സിക്കകത്ത് ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ ചക്ക അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മള് ആ ശർക്കരപ്പാനി എന്നിട്ട് നമ്മള് ഇഡലി കൂട്ടത്തിൽ വെള്ളം വെച്ചു. ഇനി ഇതിനകത്തോട്ട് തേങ്ങ, തേങ്ങ എത്ര വേണോ ഇടാം. ഇടുന്നതിന്റെ അനുസരിച്ച് അതിന്റെ ടേസ്റ്റ് കൂടും. അപ്പം അത് ഓരോരുത്തരുടെ ഓപ്ഷണലാണ് എത്ര തേങ്ങ ഇടണമെന്നുള്ളത്. ഇനി ഇതിനകത്തോട്ട് ശകലം നെയ്യ് ഒഴിക്കാം. ഏലക്കാപ്പൊടി ഇടാം. ചുക്ക് പൊടിച്ചതും ജീരകപ്പൊടിയും വേണമെങ്കിൽ ഇടാം, അത് ഓപ്ഷണലാണ്. ഞാനിവിടെ ഏലക്കാപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ. കഴുകി വാട്ടി വെച്ചിരിക്കുന്ന ഇലയാണ്.
വെന്തോന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ചക്കയപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ചക്കയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഷെയർ ചെയ്യണം, ഉണ്ടാക്കി നോക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.